മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അക്സസിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫ്ലവർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് ഈ രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് മാസ്ക് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ലെയർ സ്ക്രീനിന്റെ ലെഫ്റ്റ് എഡ്ജ് ചേർത്ത് ഈ രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ലെഫ്റ്റ് സൈഡിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടൈം ലൈനിൽ നിന്നും ട്രാൻസ്പെറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുക. ഈ ലെയർ സ്ക്രീനിന്റെ റൈറ്റ് എഡ്ജ് ചേർത്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും റൈറ്റ് സൈഡിൽ വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ഈ ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലോ ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കലണ്ടർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി അനുയോജ്യമായ രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലവ് ഹാർട്ട് ഇമേജ് നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന്റെ ഭാഗത്തായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ 2 ലെയറുകളുടെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സ്പോട്ട് ലൈറ്റ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് കലണ്ടർ ഇമേജിന് താഴെയായി സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും 3ാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്പോട്ട്ലൈറ്റ് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും സ്പോട്ട്ലൈറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഇമേജിന്റെ കളർ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ 2 ലെയറുകളുടെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ലെറ്ററിംഗ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.